ഇറാനെ തകർക്കാൻ ലക്ഷ്യമിട്ട അമേരിക്കയും ഇസ്രയേലും ഇന്ന് പ്രത്യാക്രമണങ്ങളുടെ നടുവിലാണ്. ഇറാനെ തൊട്ടാൽ തിരിച്ചടി ഉറപ്പാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇറാൻ സൈന്യം. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ അബുദാബിയിൽ പാകിസ്ഥാൻ സ്വദേശി കൊല്ലപ്പെട്ടതായി UAE പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. US നേവിയുടെ മനാമയിലെ ആസ്ഥാനവും ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളവും ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞു. ഇറാന്റെ ശേഷിയെ ഇല്ലാതാക്കാൻ തുനിഞ്ഞിറങ്ങിയ അമേരിക്കയുടെ ആണിക്കല്ല് വരെ തകർത്തിരിക്കുകയാണ് ഇറാൻ. UAEയിലെ അൽ ദഫ്ര വ്യോമതാവളം, കുവൈറ്റിലെ അൽ അൽസലേം വ്യോമതാവളം എന്നിവിടങ്ങളിലും ആക്രമണങ്ങളുണ്ടായി. ഇറാഖിലെ ബാഗ്ദാദിൽ 2 പേരും കൊല്ലപ്പെട്ടതായി വിവരമുണ്ട്. സൈനിക രാഷ്ട്രീയ നേതൃതലത്തിലുള്ള ആർക്കും അപകടമില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഇറാന്റെ ആഘാതം ഇസ്രയേലിന് വലിയ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇറാനെ ഭയപ്പെടുകയാണെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. ഹൈഫ റിഫൈനറി ഭാഗികമായി അടച്ചു, ഇന്റർനെറ്റും നിരോധിച്ചു. ഇറാൻ, UAE, ഖത്തർ, ഇറാഖ് എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ വ്യോമാതിർത്തി അടച്ചുപൂട്ടിയിട്ടുണ്ട്. സമീപകാല ആണവ ചർച്ചകളിൽ ഉണ്ടായിരുന്ന പുരോഗതി ഈ ആക്രമണങ്ങൾ തകർത്തതായി മധ്യസ്ഥം വഹിച്ച ഒമാൻ അറിയിക്കുന്നുണ്ട്. അതേസമയം സ്വന്തം രാജ്യത്തെ അതീവ കരുത്തോടെ പ്രതിരോധിച്ച ഇറാൻ അമേരിക്കയുടെ യുദ്ധതാവളങ്ങളെ ലക്ഷ്യം വെക്കുമ്പോൾ ഇന്ത്യയിലെ പ്രദേശങ്ങളും ഇരയാക്കപ്പെടുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾ ഇന്ത്യയുടെ വ്യാപാര രംഗത്തെ പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തിലാണ് ആശങ്കയുള്ളത്. സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയായ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കപ്പെടുകയും ചെയ്താൽ ഇന്ത്യയുടെ മൊത്തം പ്രതിമാസ ഇറക്കുമതിയുടെ 50% വരെ ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാഖ്, സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നായി പ്രതിദിനം ഏകദേശം 2.6 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഹോർമൂസ് വഴി ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. ഈ വഴിയിലെ തടസ്സം ഇന്ത്യക്കും ആഗോള എണ്ണ വിപണിക്കും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കഴിഞ്ഞ നവംബർ-ഡിസംബർ കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം പ്രതിമാസ ഇറക്കുമതിയുടെ 40% ഹോർമൂസ് വഴി കടത്തിയത്. ഈ വർഷം ജനുവരി-ഫെബ്രുവരി മാസങ്ങളിലേത് 50% ഉയർന്നിട്ടുണ്ടെന്നാണ് ഡാറ്റ വ്യക്തമാക്കുന്നത്. ആക്രമണ സാഹചര്യത്തിൽ ബദൽ മാർഗങ്ങൾ പരിമിതമാണ്. ചെങ്കടൽ വഴി സൗദി അറേബ്യയുടെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ, ഫുജൈറ വഴി UAEയുടെ അബുദാബി ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ എന്നിവ ബദൽ മാർഗങ്ങളാണ്. പക്ഷേ ഈ ബദൽ മാർഗങ്ങൾ പൂർണ്ണമായും പരിഹാരമാകുന്നുമില്ല. ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും സംയുക്ത ആക്രമണം ആരംഭിക്കുകയും ഇറാൻ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തതോടെ ലോകം വീണ്ടും യുദ്ധഭീതിയിലേക്ക് അടുക്കുകയാണ്. ലോകം 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നേക്കുമോ എന്ന രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. ചേരിതിരിഞ്ഞ ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ആശങ്ക. ഇസ്രയേലിനൊപ്പം അമേരിക്കയും കൂടി ചേർന്നതോടെയാണ് രാജ്യങ്ങൾ തമ്മിൽ വിഘടിച്ചത്. അതായത് ലോകം ഒരു പൊട്ടിത്തെറിയിലേക്കോ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്കോ പോകുമോ എന്നാണ് ആശങ്ക ഉയരുന്നത്. അമേരിക്ക തൊടുത്തുവിട്ട യുദ്ധഭീതി ഇറാനെ തകർക്കുകയല്ല, മറിച്ച് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുകയും യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തുവെന്ന് പറയേണ്ടി വരും.